നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്താ ഗംഗ കോൾ എടുക്കാത്തത്? ഇതാ കണ്ണിനെ കയം കാണിക്കരുതെന്ന് പറയുന്നേ. പുറം ലോകം കാണാതെ കിടന്നവളെ ഒന്ന് പുറത്തേക്ക് വിട്ടപ്പോ അവള് സ്വയം മറന്നുപോയി. അതെ, അല്ലെങ്കിൽ മഹേട്ടൻ വിളിച്ചാ അവക്ക് എന്താ ഫോൺ എടുത്താല്? ഒന്നും മിണ്ടാതിരിക്കാവോ? അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത്. ഇതെന്താ എല്ലാരും കൂടെ ചർച്ച? ഗംഗയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മൈക്കൊരു ടെൻഷൻ. നിന്നെ രേഷ്മ വിളിക്കുമല്ലോ ചെയ്തോ? ഇല്ലല്ലോ, ഞാൻ വിളിക്കണോ? നിങ്ങളെന്താ ഫോൺ എടുക്കാത്തെ? കോൾ അറ്റൻഡ് ചെയ്യ്. വേണ്ട, ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചോളാം. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ ഫോൺ എടുത്തില്ലെങ്കിലേ വിളിക്കുന്ന ആള് പേടിക്കില്ലേ? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചാലോ? എന്തിനാ വെറുതെ നമ്മളായിട്ട് അവരുടെ മനസ്സമാധാനം കളയുന്നത്? ഫോൺ എടുക്ക്. ഹലോ. ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. നീ എന്താ ഗംഗ ഫോൺ എടുക്കാത്തത്? അത് പിന്നെ മഹേട്ടാ. മകളോടെ അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല മഹേട്ടാ, മോള് ഹാപ്പിയാ. ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്ക. അത് മതി. നിങ്ങൾ പോയപ്പോ തൊട്ട് എന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. എന്തോ ഒരു ദുസൂചന പോലെ. അതാ ഞാൻ വിളിച്ചോണ്ടിരുന്നത്. മഹേട്ടൻ പേടിക്കണ്ട, ഞങ്ങക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനേ മാളുവിന് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ കഥ പറഞ്ഞു കൊടുക്കായിരുന്നു. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ നീ അപ്പോഴെ തന്നെ എന്നെ വിളിക്കണേ ഗംഗേ. അത് മഹേട്ടാ. എന്താ ഗംഗേ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് മഹേട്ടാ, പക്ഷേ അധികം നേരം സംസാരിച്ചാലേ ചാർജ് തീരും. യാത്രകളിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ? അതാ ഞാൻ കട്ടാക്കിയത്. ഞാൻ ഇത് ഇവിടെ കുത്തിയിടാം, ചാർജിലിടാവേ. ആവശ്യം വന്നാലേ ഞാൻ തന്നെ എടുത്തു തരാം. എന്താ അതുപോലെ? ഹലോ ഹലോ. വീണ്ടും കട്ടായെന്ന് തോന്നുന്നു. വണ്ടിയിലല്ലേ, റേഞ്ച് കട്ടായതാവും. എനിക്കെന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നു. അതൊക്കെ വെറുതെ മഹേട്ടന് തോന്നുന്നതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.